ഹലോ, നമുക്കിന്ന് തേങ്ങാപ്പാൽ വെച്ച് അടിപൊളി നെയ്മീൻ കറി ഉണ്ടാക്കിയാലോ? മൺചട്ടിയിലാട്ടോ നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുന്നേ. ആദ്യം തന്നെ നമുക്ക് ചട്ടി വെച്ച് ചട്ടി നല്ലോണം ചൂടാക്കിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തു. അതൊന്ന് റെഡി ആയി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളിയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ പകരമാണ് ഈ സവാള ചേർക്കാട്ടാ. പക്ഷെ ചെറിയുള്ളി വെച്ച് ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് സവാള വെച്ച് ഉണ്ടാക്കി കിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി നമുക്കൊന്ന് വാടണ വരെ വെയിറ്റ് ചെയ്യാട്ടാ. ഒരുപാട് അങ്ങോട്ട് വാടിപ്പോണ്ട, അത്യാവശ്യത്തിന് മാത്രം വാടിയാൽ മതിട്ടാ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നമുക്ക് വേഗം വാടി കിട്ടൂട്ടാ. നിങ്ങൾ മീൻകറി വെക്കുമ്പോൾ മാക്സിമം മൺചട്ടിയിൽ വെക്കാൻ നോക്കുക. മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടാ. ഞങ്ങൾ ആദ്യം മൺചട്ടിയിലൊന്നല്ലായിരുന്നു മീൻകറി വെക്കണേ. മൺചട്ടിയിൽ വെച്ച് തുടങ്ങിയ പിന്നെ ഇപ്പം മൺചട്ടി മാത്രമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അത്യാവശ്യം വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മസാലപ്പൊടികളായിട്ട് എടുത്തേക്കുന്നത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതിട്ടാ. നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ മീൻകറിയാണ് അത്യാവശ്യം നല്ല ഭംഗിക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടിയുടെ ഓരോ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. പച്ചമുളക് ചേർക്കണ കാരണം ആവശ്യത്തിന് എരിവ് ഉണ്ടാവുമല്ലോ. മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ആ പച്ചമണം പോണ വരെ ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടാ. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഇട്ട് എടുത്തേക്കണേ. നമ്മളിപ്പോ ഒഴിച്ചു കൊടുത്തേക്കണത് തേങ്ങയുടെ 2-ാം പാലാട്ടോ. ഇനി നമുക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാട്ടാ. ഇവിടെ ഞാൻ ചെറിയ 3 പീസായിട്ട് ഇട്ട് കൊടുക്കണേ. ചെറിയ 3 പീസ് ഇട്ടിട്ടും അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കറിക്ക്. ഞാൻ കുറെ ആൾക്കാരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ വാളംപുളി ചേർക്കണത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊടംപുളിയോടെ ചേർക്കണം. നിങ്ങളുടെ നാട്ടിൽ ഏത് പുളിയാണോ ഉപയോഗിക്കണത് നിങ്ങൾക്ക് ആ പുളി ഇട്ട് കൊടുക്കാട്ടാ. എനിക്ക് തോന്നുന്നത് വാളംപുളിനേക്കാളും എന്തുകൊണ്ട് നല്ലത് കൊടംപുളി തന്നെ ആയിരിക്കും. അപ്പൊ കൊടംപുളി ഇട്ട് മീൻകറി ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച നെയ്മീന്റെ കഷ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി നന്നായി തിളച്ച് മീൻ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടാ. ഞാൻ ചാറ് ഒത്തിരി പറ്റിക്കണില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ചാറ് ആവശ്യമാണ്. മീനൊക്കെ വെന്ത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് ചെറുതായിട്ടൊരു തള വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാട്ടാ. ഇനി നമുക്ക് ഈ മീൻകറിയിലേക്ക് ഉള്ളിയും വേപ്പിലും കൂടെ താളിച്ച് വയ്ക്കാം. എനിക്ക് മീൻകറി ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി താളിച്ച് വയ്ക്കണം ഭയങ്കര ഇഷ്ടാട്ടാ. വേറെ ഒന്നുമല്ല, താളിച്ച് വെച്ച് കഴിഞ്ഞിട്ട് മീൻകറി മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ തുറക്കൂലേ, അപ്പൊ ഉണ്ടാവുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, എന്റെ പൊന്നെ അടിപൊളി, രക്ഷ ഉണ്ടാവില്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ തേങ്ങാപ്പാൽ നെയ്മീൻകറി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതിലും അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.